ഞാനൊരു കാര്യം ചെയ്യാം. ഷാനവാസ് ഇപ്പൊ ഇതാ കണ്ടോ, ഫീൽ ചെയ്യണ്ട. അത് ഷാനവാസാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഹാൻഡിൽ തന്നിരിക്കുന്നത്. അതിൽ പിടിച്ചു വേണം കറങ്ങുമ്പോൾ നിൽക്കാൻ. ക്യാപ്റ്റൻ കറക്കി തുടങ്ങുമ്പോൾ ബസ് അടിക്കും, അപ്പോൾ ടാസ്ക് ആരംഭിക്കും. അഭിലാഷ് ഇതാണ് കേട്ടോ. ബിന്നി ഓക്കെ അല്ലേ? ഇത് ഫീൽ ചെയ്യണ്ട ഒരു സാധനം. ഈ വടിയുടെ അറ്റത്ത് എന്തോന്ന് തട്ടുന്നതായിട്ട് ഫീൽ ചെയ്യണ്ട ഇല്ലേ? അതാണ് കേട്ടോ. ബിഗ് ബോസ് ടാസ്ക് തുടങ്ങാൻ പോവാണ്. ബിഗ് ബോസ് തുടങ്ങട്ടെ. ബിഗ് ബോസ് തുടങ്ങാൻ പോവാ. അപ്പൊ പ്രത്യേകം ഓർക്കുക, പ്ലാറ്റ്ഫോം കറങ്ങി തുടങ്ങുമ്പോഴല്ല, ബസർ കേട്ടതിന് ശേഷം മാത്രമേ അടിക്കാൻ പാടുള്ളൂ. ക്യാപ്റ്റൻ കറക്കി തുടങ്ങണം. ഓക്കെ. അയ്യോ ഇത് കാണുന്നുണ്ട്. ഒരു വശത്തേക്ക് മാത്രം കറങ്ങുക. അത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. ഒരു വശത്തേക്കാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളിനെ നിർത്തിയിരുന്നു. ആളുകളെ കുറഞ്ഞ് താഴെ ഇടും. ആട്ടാണ് കറക്കാനല്ലേ പറഞ്ഞത്. ഇനി എന്താ നോക്കാൻ? എന്തൊരു മണ്ടനാണ്. സോറി ബിഗ് ബോസ്, സോറി. ശരി, അതിപ്പോ കറക്റ്റ് ആയിട്ട് പിടിച്ചല്ലായിരുന്നില്ലേ? ഇത് ആട്ടിയോണ്ടാണ് ആ വീണത്. അങ്ങനെ ബിഗ് ബോസ് എന്താ പറ്റിയത്? അങ്ങനെ ഇങ്ങനെ ആടിയില്ലേ? അങ്ങനെ ആടിയൊക്കെ പൊട്ടി. ഒരേ ഭാഗത്തോട് കറങ്ങിയിട്ടുണ്ടെങ്കിൽ പൊട്ടി. അത് പൊട്ടി. ഇങ്ങനത്തെ ഗെയിം നടത്തുമ്പോ വിവരമുള്ള ആൾക്കാരെ കൊണ്ട്, ക്യാപ്റ്റൻസിലുള്ളവരെ കൊണ്ട് അല്ല, വിവരമുള്ള കൊണ്ട് നിർത്തിക്കാൻ ചെയ്യിപ്പിക്കാനായിട്ട് ബിഗ് ബോസ് ഷാനവാസിന്റെ പൊട്ടി താഴെ വീണു. ഐ എം എക്സ്ട്രീംലി സോറി ബിഗ് ബോസ്. ഐ എം എക്സ്ട്രീംലി സോറി ഷാനവാസ്. ഇതൊരു പത്തിക്കന്നെ ഇങ്ങനെ പോയിരുന്നെങ്കിൽ ഷാനവാസ് എക്സ്ട്രീംലി സോറി. ഇന്റൻഷനലി ചെയ്തതല്ല, എക്സ്ട്രീംലി സോറി. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോക്ക് തന്നെ വെല്ലുവിളിയാണ്. വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ ജെനുവിനായിട്ട് പറഞ്ഞു, വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ബോസ് എന്ന് പറയുന്ന ഷോയിൽ തന്നെ പറ്റാത്തൊരു പുള്ളിയാണത്. അല്ല, ഓൾറെഡി ബിഗ് ബോസ് തന്നെ ബ്ലൈൻഡ് ഫോൾഡ് കെട്ടണം, കറങ്ങണം, അടിക്കണമെന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വേറെ ട്വിസ്റ്റ് എന്തിനാ? ഞാൻ ജെനുവിനായിട്ട് പറഞ്ഞു, എടുക്കാൻ പറ്റുന്ന എടുത്തോ, ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. എല്ലാവരും അല്പസമയം വീടിനുള്ളിൽ മാത്രം ഇരിക്കും.